ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നമ്മുടെ സർഗം കിച്ചണിൽ നമുക്ക് ഇരുമ്പാമ്പുളി കൊണ്ട് ഒരു അച്ചാർ തയ്യാറാക്കാം. ഇരുമ്പാമ്പുളി, ചിലമ്പമ്പുളി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാർ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പുളിന് ഉണ്ടാകുമ്പോൾ ഒരു ഒറ്റയടിക്ക് തന്നെ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനും പറ്റും. ഇരുമ്പാമ്പുളിയുടെ ജ്യൂസ് തയ്യാറാക്കിയ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഇരുമ്പാമ്പുളി തയ്യാറാക്കാൻ വേണ്ടി നല്ല ചള്ള് പുളി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അധികം മൂത്തത് എടുത്തു കഴിഞ്ഞാൽ അരിയൊക്കെ വരുമ്പോൾ അത് ടേസ്റ്റ് കുറവും ഇരുമ്പാമ്പുളിയുടെ ഉള്ളിൽ തരി. അപ്പോൾ പിന്നെ നമ്മൾ ചള്ളെടുത്ത് കഴിഞ്ഞാൽ നല്ല കറിക്കും അച്ചാറിനൊക്കെ അതാണ് നല്ലത്. നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു നമുക്ക് ഊണിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇരുമ്പാമ്പുളി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇരുമ്പാമ്പുളി, ചിലമ്പമ്പുളി എന്നും പറയും, ഇരുമ്പാമ്പുളി എന്നും പറയും. അത് നമ്മൾ നീളത്തിൽ അരിയണം. അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി കൂട്ടി തിരുമ്പി വയ്ക്കാം. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിൽ ഉണക്കി കഴിഞ്ഞാൽ വേറൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ചെയ്യണം. വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളം വഴറ്റിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ടും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഉപ്പും മഞ്ഞളും കൂടി തിരുമ്പി വെച്ചത് 100 ഗ്രാം. പിന്നെ നല്ലെണ്ണ ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇത് ഉലുവാപ്പൊടി, കായപ്പൊടി 1/2 സ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ നല്ലോണം വേണം, വെളുത്തുള്ളി 100 ഗ്രാം. ആദ്യം നമുക്ക് ഒരു നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് നല്ലെണ്ണ 2 ടേബിൾ സ്പൂണോളം ചേർക്കണം. അതൊന്ന് ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി ചേർക്കണം, ഇഞ്ചി ചേർക്കണം. ഇത് രണ്ടൊന്ന് മൂത്ത് വന്നിട്ട് വേണം ഇനി നമുക്ക് ചേർക്കാനായിട്ട്. രണ്ട് കതിർപ്പ് വേപ്പില, വെളുത്തുള്ളിയൊക്കെ ഒരു കളർ മാറിയിട്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണം. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാനായിട്ട്, ഇഞ്ചിരിയും വെളുത്തുള്ളിയും പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. എന്നിട്ട് ഇതൊന്ന് ചുരുക്കിയിട്ടിട്ട് വേണം നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാനായിട്ട്. പൊടികൾ ചേർക്കാമെന്ന് പറഞ്ഞാൽ മുളക് പൊടി 2 സ്പൂൺ, ഞാൻ തീ ചുരുക്കിയിട്ടുണ്ട്. പിന്നെ കായപ്പൊടി 1/4 സ്പൂൺ, ഉലുവാപ്പൊടി 1/2 സ്പൂൺ. നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നാൽ നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ഒന്ന് പരട്ടി വെച്ചതിന് ഒരു മൂത്ത മണ്ണടിക്കും. നമുക്ക് മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ മൂത്തൊരു മണ്ണുണ്ട്. അത് കഴിഞ്ഞത് ചേർക്കാം. ഇരുമ്പാമ്പുളി ചേർക്കാം. അതൊന്ന് വാട്ടിയെടുക്കണം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചേർക്കാം. അച്ചാറിൽ ഉപ്പ് മുമ്പന്തിയിൽ നിൽക്കണം. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് വാടി വന്നതിന് ശേഷം തിളപ്പിച്ചാറിയ വിനാഗിരി നമുക്ക് ചേർക്കാം. അപ്പോൾ ഗ്രേവിക്ക് ഗ്രേവി ആവും ചെയ്യും. ഇതൊന്ന് വാടിയിട്ട് വേണം. അപ്പം നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇരുമ്പാമ്പുളിയുടെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം കാലം ഇരിക്കും ചെയ്യും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കേണ്ടത് നല്ലത്. ഈ ഇരുമ്പാമ്പുളി അച്ചാർ ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റാം. അത് ചില്ല് പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി
ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.